പ്ലാസ്റ്റിക് ഉപയോഗം ഇന്ന് സങ്കീർണമായ വിഷയമാണ്. ഒരേ സമയം തന്നെ നമ്മുടെ ശത്രുവും മിത്രവുമായി പ്ലാസ്റ്റിക് മാറാറുണ്ട്. വൈവിധ്യമാർന്ന നിരവധി ഉൽപ്പന്നങ്ങളുടെ ശ്രേണികളിലൂടെ പ്ലാസ്റ്റിക് ആധുനിക ജീവിത രീതിയിൽ വിപ്ലവം സൃഷ്ടിച്ചു. എന്നാൽ ഇന്ന് അപകടകരമായ രീതിയിലാണ് നമ്മുടെ പ്ലാസ്റ്റിക് ഉപയോഗം നീങ്ങുന്നത്. It's not possible in this today's world to live without plastic. It's a part of our life in different forms. But what we can do is reduce, reuse and recycle. So let's take a pledge that we will do that in the coming year. പ്ലാസ്റ്റിക്കിന്റെ അശാസ്ത്രീയ ഉപയോഗം കുറയ്ക്കാനും പുനരുപയോഗം പ്രോത്സാഹിപ്പിക്കാനുമാകണം. പരിസ്ഥിതിക്ക് കോട്ടം തട്ടാത്ത രീതിയിൽ പ്ലാസ്റ്റിക് ഉപയോഗം എങ്ങനെ നടത്താൻ തുടങ്ങി വിദ്യാർത്ഥികൾക്കായി ബോധവൽക്കരണം ലക്ഷ്യം വെച്ചുള്ള പദ്ധതിയാണ് ലവ് പ്ലാസ്റ്റിക്. നിരവധിയായിട്ടുള്ള ഇത്തരം സാമൂഹ്യ പ്രശ്നങ്ങൾ, സാമൂഹ്യ വിഷയങ്ങൾ പാഠ്യ വിഷയമായി മാറുന്നതിലൂടെ മാത്രമേ നമുക്കിത് പരിപൂർണമായും നമ്മുടെ മുന്നിൽ നിന്ന് അകറ്റിയെടുക്കാൻ സാധിക്കൂ. ലവ് പ്ലാസ്റ്റിക് പദ്ധതിയിലൂടെ കഴിഞ്ഞ വർഷങ്ങളിലായി 5 ലക്ഷം ടൺ പ്ലാസ്റ്റിക്കാണ് ശേഖരിക്കാനും പുനരുപയോഗിക്കാനും ആയത്. കഴിഞ്ഞ 13 വർഷമായിട്ട് ഈസ്റ്റേണും മാതൃഭൂമിയും കൂടി ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഇത് ലവ് പ്ലാസ്റ്റിക്. അതിന് സെക്കൻഡ് എഡിഷനാണ് നമ്മൾ ഈ വർഷം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ വർഷത്തെ പ്ലാൻ എന്ന് പറയുന്നത് 250 സ്കൂൾസ് പെർ റവന്യൂ ഡിസ്ട്രിക്ട്. അങ്ങനെ ഈ വർഷം ഒരു 3000 സ്കൂൾ കൂടി കവർ ചെയ്യാനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.